കുഞ്ഞാപ്പോ ഇജ്ജ് ഇവിടെ വന്നിരിക്ക അന്നെ അവിടെ കൊറേ നോക്കിയാന് ഇജ്ജ് നോക്കട്ടൊന്നും കാര്യമില്ല മാനെ. ഇത് കൊണ്ട അരിയാണ്, പച്ച അരിയേ. അത് പച്ച അരി, ഇത് പച്ച വെള്ള അരിയാണല്ലേ. വെറുതെ അല്ല അവിടെ ഇങ്ങനെ സൗണ്ട് ഇങ്ങനെ കേൾക്കണല്ലോ, ഇതാണല്ലേ. എന്നിട്ട് മാനെ പൊടിപ്പിക്കാൻ അരിയൊക്കെ കഴിഞ്ഞിരിക്കണ്, പൊടിയൊക്കെ കഴിഞ്ഞിരിക്കണേ. അപ്പൊ ഇത് പൊടിപ്പിക്കാൻ വേണ്ടി എടുത്തതാണ്. ശരി. എന്നിട്ട് എന്താ പൊടിപ്പിക്കണം? അവിടെ വിരുന്നരൊക്കെ വന്നിട്ടുണ്ട് ആ വീട്ടിലല്ലേ. അയൽവാസിയോടൊക്കെ കുടുംബക്കാരൊക്കെ വന്നതാണ്. ചൂട് പിള്ളേരുണ്ടായിരുന്നു കാട്ടാൻ വന്നിക്കണ്. പഞ്ചത്ത് കളിക്കാന്നിട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ കളിക്കാൻ കൂട്ടുപോന്ന്. അതിൽ അവര് ചെക്കൻ പറഞ്ഞു എന്നോട് ആ വല്യാപ്പാനെ കളിക്കാൻ കൂട്ടണ്ടാണ്. വല്യാപ്പാനെ കളിക്കാൻ കൂട്ടണ്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇമ്മാനോട്, ഞാൻ പറഞ്ഞോട് ഇമ്മാനോട് പറഞ്ഞിട്ട് ഞാനും ചെറിയ കളിച്ചൊക്കെ നിർത്തി. അതിന് ആ രണ്ട് ചെക്കന്മാര് കൂടി ഇങ്ങനെ പൊത്തടോ ചടിച്ചിക്കണ്. അപ്പൊ ഉമ്മ എന്നോട് പറഞ്ഞു കുഞ്ഞാപ്പോ അങ്ങോട്ട് പോണ്ട, കൊച്ചൊക്കെ എന്താ ബക്കാസിനായിട്ട് വന്നാത്രേ, വെക്കേഷൻ വന്നാത്രേ. അപ്പൊ നാളെ മദ്രസ ഒന്നും ഇല്ലാത്ര. അപ്പൊ കൊച്ചൊക്കെ ഇന്ന് രാവിലെ വന്നിട്ടുണ്ട്. ഇന്ന് നാളെ വൈകുന്നേരം പോകും. ചെക്കന്മാരവിടെ ഭയങ്കര ഞങ്ങളെ മൂച്ചിമ്മ മോനെ എന്നോട് പറയുമ്പോ കന്യാങ്ങ ഉണ്ടായി വരുന്നുണ്ടല്ലോ, അതൊക്കെ പൊട്ടിച്ച് പൊട്ടിച്ചല്ലേ. പിള്ളേര് പൊട്ടിച്ച് പിള്ളേരല്ല, ആ പിള്ളേരെ ഉമ്മ ഉണ്ട്, അതും കണക്ക് തന്നെയാണ്. അപ്പൊ എന്നോട് ഉമ്മ കുഞ്ഞാപ്പോ എനിക്കൊരു പണി തരാതിട്ട് അഴുകി ചേരാൻ തന്നതാണ്. ഇതിന്റെ കല്ലൊക്കെ എടുത്ത് വെച്ചിട്ട് പൊടിപ്പിക്കും ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ പോന്നാണ് മോനെ, അവിടുന്ന് സ്വസ്ഥ കിട്ടണ്ടല്ലേ. അരി ചേരാച്ച് തിന്നേ കുഴപ്പമൊന്നുമില്ല, രസമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ തിന്നിട്ട് വയറുവേനാണ്ടല്ലോ കൂടി നിന്നിട്ട്. എനിക്ക് പച്ചരി തന്നെയല്ലേ. പച്ചരി അല്ല, ഇത് വെള്ളരിയാണ്. എന്തായാലും പച്ചരിന് ആൾക്കാർ പറഞ്ഞു വെള്ളരി കൊണ്ടുപോയില്ലേ. അങ്ങനെ ഉണ്ട്. എന്നിട്ട് എന്താണ് ഉമ്മ എന്താ കാട്ടണ്? ഉമ്മ അവിടെ ഇല്ലടാ, പണിക്ക് പോയിക്കലടാ. ഉമ്മ വരെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കുക. വരയിൽ ഇങ്ങനെ ഇതിന് കുത്തിയിരുന്നുണ്ടെങ്കിലേ വില ചെല്ലാനും മരിക്കാനൊക്കെ കായിട്ടുണ്ട്. അപ്പൊ ഉമ്മ ഇങ്ങനെ പണിക്ക് പോകലോ, പാവല്ലേ എന്റെ ഉമ്മ. അത്ര കുഞ്ചി പണിക്ക് പോകൂല. പോണടാ, ഇനിയിപ്പോ എന്ന് മൂക്കില് പല്ല് വന്നിട്ടാ? അല്ലടാ, ആദ്യം മഴ എന്ത് മഴ പുറത്തൊക്കെ ഇറങ്ങാൻ പറ്റുന്നില്ല. മഴ കഴിഞ്ഞല്ലോ, ഇനി പണിക്ക് പോകണം. പിന്നെ വെയിലാന്ന് പറയ്, നല്ല വെയിലത്ത് പണിക്ക് പോവില്ല, വെയിലൊക്കെ ആറുമ്പോ പണിക്ക് പോകണം. അങ്ങനെ ആവുമ്പോ പണിക്ക് പോക്കുണ്ടാവില്ല. ഇപ്പൊ ഇനി പേടിക്കാനൊന്നും ഇല്ല. ഇപ്പൊ ഉമ്മ പണിക്കോണ്ടല്ലോ, ഉമ്മ പണിക്കാതെ പോവാത്ത ആവുമ്പോ ഞാൻ പോവുള്ളൂ. അപ്പോഴും പോവോ? അപ്പൊ പോണല്ലേ, ഇവിടെ അങ്ങനെ കുത്തിന്നിട്ട് അങ്ങനെ പണിക്കോവാതെ കല്യാണം. എന്നോട് അറിയാം മൂത്താപ്പല്ലേ, മൂത്താപ്പാക്ക് മൂത്തമ്മ പജ്ജീനെ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ആ പജ്ജീനെ കൊണ്ട് നടക്കല് മൂത്താപ്പ. ഇപ്പൊ മൂത്താപ്പ വരില്ലല്ലോ അല്ലേ, കാണില്ലല്ലോ. ഞാൻ എന്നാലും മൂത്തമ്മ വന്നപ്പോ അറിയാണ് മൂത്താപ്പാക്ക് ഇപ്പൊ ഞങ്ങള് പജ്ജീനെ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. പജ്ജീനും ആദിനി വെറുതെ ഇങ്ങോട്ടൊന്നും കാണാത്ത ആടിനെ നാളെ കൊടുത്ത് കൊടുന്ന് ഒരു പജ്ജീനെ മേടിച്ചു കൊടുത്തിട്ട് മൂത്താപ്പ ഉമ്മ അറിയാളാ വെറുതെ തിന്നിട്ട് മുത്തത്താടി അയക്കാണ്. എന്തെങ്കിലും നോക്കിക്കോട്ടെ വെച്ചിട്ട് ഉമ്മ നായലിക്കൂട്ടത്തിന് നായലിക്കൂട്ടത്തിന് എന്താണ് കായ് ഉമ്മല്ല നായലിക്കൂട്ടത്തിന് കായ് എടുത്തിട്ട് കൊടുത്തിരുന്നു. വെറുതെ കുത്തിയിരുന്നിട്ട് കാര്യമില്ലല്ലോ, കുത്തിയിരുന്നിട്ട് അടി കൂട്ടിട്ടുണ്ടെങ്കിൽ ഇറങ്ങി പല രോഗങ്ങളൊക്കെ വരില്ലേ. അതുകൊണ്ട് നടക്കുകയാണ്. അതിനിപ്പോ മൂത്താപ്പ വരില്ല, ഉമ്മ അറിയാലോ. അതോട് കുറച്ച് സമാധാനായി കുഞ്ഞാപ്പോ. മറ്റേ ഇടക്ക് ഒന്നൊരാളുണ്ട് വരും, എന്നിട്ട് പറയും ഈ ഭാഗത്ത് കോഴിയാച്ചുണ്ടെങ്കിൽ എടുത്താ പപ്പടം വെച്ചാ അയിലൊന്നും പറ്റൂല, ഏട്ട വേണോ വേണോ. ഉമ്മ അറിയാം ഇവിടെ എടുത്തുവെച്ച മാതിരി ഉണ്ടല്ലോ, കറച്ചാല് കെട്ടാല്. അപ്പൊ അതിനൊരു സമാധാനായി അല്ലേ? ഇനിയിപ്പോ സമാധാനായി. ഇനി ആ പോത്തിനെ ഇട്ട് നടക്കല്ലേ, ഞാൻ പോത്തിന് വിൽക്കാൻ പറയാവോ ദിവസം വെച്ചിട്ട്. ഞാനും കണ്ടിട്ട് കൊറേ അയക്കണേ. അപ്പൊ വന്നാ ഇക്ക് കാര്യം ലൈസിനൊക്കെ കാര്യം. അതൊക്കെ പോട്ടെ, ഈ പണിക്ക് പോവാൻ നോക്ക്. എന്നാലും കല്യാണം കഴിക്കാൻ നടക്കണല്ലേ, ഏതായാലും കല്യാണം കഴിക്കല്ലേ. അപ്പൊ പണിക്ക് പോവാതിരുന്ന പെണ്ണ് കിട്ടുവോ? ആ പിള്ളേര് ഇങ്ങോട്ട് എത്തിക്കണിട്ടാ അന്നെ. ഞാനിങ്ങളെ വരേക്കൊന്ന് വരിക, ഞാൻ ഇവിടെ പണിയെടുക്കുകയാണ്. ചക്കൻ കൊച്ചരം കാട്ടുന്നോക്ക് അന്നെ കണ്ടിട്ട് വാവാ അങ്ങോട്ട് വരാത്ത കച്ചൊന്നും കാലണ്ടൊന്നും കാട്ടണ്ട. ഞാൻ ചെമ്മാണ്ട്
ഞാൻ അമ്മ ഇല്ലാണ്ടെങ്കിലേ അമ്മമാരെ ഔത്തുക നിന്നെ കാട്ടും. ചെക്കന്മാര് അന്നെ തെരഞ്ഞെടുക്കോണ്ടിട്ടാ കണ്ടപ്പോ മണ്ടിട്ടാ വണ്ടിയാ. ആ മഞ്ചി പറഞ്ഞ പോണ്ടെന്നാ. അല്ല ഇപ്പൊ ഞാൻ പോയാലും ഇജ്ജ് പുറത്ത് ഇറങ്ങൂല അപ്പൊ ഞാനേ ആ ഇത് ചെറുത് കഴിഞ്ഞിട്ടേ വാല അടച്ചിരിക്കട്ടെ. ചെക്കന്മാര് വടിയൊക്കെ ഉണ്ട് കയ്യിലിട്ടാ, വടിയൊക്കെ ഉണ്ട് കയ്യില്. അല്ല എവിടക്ക പോണ് ചോദിക്കട്ടെ. അല്ല പണിക്കോണ്ട കാര്യം ഇജ്ജ് ഏതായാലും പെണ്ണൊക്കെ എന്തായി എന്റെ എന്ത് പറഞ്ഞിട്ട് ഞാന് വലിയ പെരയിൽ പോയിട്ട് മിക്സറും വായിക്കുന്നതാ. ആൾക്കാരെ വിചാരം ഞാൻ പെണ്ണിനെ ഇഷ്ടപ്പെടായിട്ടാണ്. ഇജ്ജ് ഏതൊരു പെണ്ണ് കാണാൻ പോയിട്ട് അവിടെ പറഞ്ഞിട്ട് അത് അടിച്ച പെണ്ണിനല്ലേ ചായ ഇതൊക്കെ കുടിച്ചിട്ട് കണ്ണിനെങ്കിൽ കള്ളിത്തരാൻ ആരോടൊക്കെ പറഞ്ഞു, മാളുവിനോട് പറഞ്ഞത്. മാളുവിന്റെ കമ്പനിയാണ്. മാളുവിനായത് ഈ മാളുവ എന്റെ കൂട്ടുകാരൻ കുഞ്ഞാപ്പു എന്റെ നാട്ടിലുള്ള ആ ചെക്കനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഓരോ കച്ചും കാലം ഞാൻ എറിഞ്ഞ് മുറിക്കും. ആ പെണ്ണ് കല്യാണമൊക്കെ നോക്കി തരട്ടാ. ഞാൻ അന്വേഷിച്ച് വന്നപ്പോ പെണ്ണ് കല്യാണം തന്നെ വേണ്ട വെച്ച്. മാളു ഞാൻ ചോദിച്ചില്ല കല്യാണം കഴിക്കട്ടെ എന്ന്. മാളു ഇപ്പൊ കല്യാണം തന്നെ പറയുമ്പോ മാളു തരും ബിരാന്ത് പിടിക്കുന്നത്. ഇജ്ജ് പെണ്ണാണാൻ പോയായിരുന്നു കല്യാണം കഴിക്കണില്ലാന്ന് പറഞ്ഞത്. മാളിന് ചോദിച്ചപ്പോ മാള് പറയപ്പോ ഞാൻ ഈ കല്യാണം കഴിക്കാതെ പെരെ എന്നാലും മണിയിലേക്ക് കല്യാണം വേണ്ട. മാളിന് ആരും ഇതേമാതിരി ചോദിച്ചില്ല, ഞാൻ അത്ര ഫസ്റ്റ് ചോദിച്ചിരിക്കണ്. അതാണ് മാന് ഭയങ്കര ദേഷ്യായിരിക്കും. വല്ലൊന്നും ചോള് എന്നെ വെച്ചപ്പോ അവറാട്ടി കൂടിക്കണ് ഇപ്പൊ. എന്താ അല്ലെങ്കിൽ എന്റെ കല്യാണം ചോറില്ല പെണ്ണിന് ലോകസുന്ദരനെ കിട്ടും. അതന്നെ കുഞ്ഞാപ്പൂന്ന് ഞാൻ പെണ്ണിക്ക് പെരയില് പണിയൊക്കെ എടുത്ത് കൊടുക്കുമല്ലോ. അത് മാത്രം പോരാ, തിന്നാനും കൊടുക്കണോ. അതൊക്കെ ഓള് അന്വേഷിച്ചിണ്ടാവും എന്നെ പറ്റിട്ട്. ഇജ്ജ് പണിക്കോവാത്ത അപ്പൊ ഇജ്ജ് പണിക്കോവാതിരിക്കാന്നുള്ളത് അതിനറിയാം. അതാവും ഉമ്മാനെ പണിക്ക് പറഞ്ഞു വെച്ചിട്ടേ ഇജ്ജ് ഇവിടെ തിന്നായിരിക്കല്ലേ. പറഞ്ഞാ എന്തായാലും ഇജ്ജ് ഞാൻ പോവാണ്. വർത്താനം പറയുന്നിട്ടേ ഇനി എപ്പോഴാ ചേർന്ന് കഴിയോ, ഒന്ന് കഴിയോ?